അപ് കി അദാലത്തിൽ ഭാഗേശ്വർ ധാമിന്റെ ചീഫ് ധീരേന്ദ്ര കൃഷ്ണ ശാസ്ത്രിയുടെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹം തന്റെ എതിരാളികളെ ഭീഷണിപ്പെടുത്തുന്നു. താങ്കളുടെ എതിരികളെ ഭീഷണിപ്പെടുത്തുന്നതായി അറിഞ്ഞു. പക്ഷെ ഇപ്പോൾ താങ്കളെയും ധാരാളം പേർ ഭീഷണിപ്പെടുത്തുന്നതായിട്ട് അറിഞ്ഞു. താങ്കളുടെ ജീവൻ ആപത്തുണ്ടെന്നുള്ള കാര്യവും കേട്ടു. ഇതിൽ സംശയം എന്തിരിക്കുന്നു? സനാതനത്തെ പറ്റി ആരെങ്കിലും ആഴത്തിൽ സംസാരിച്ചാല് അത് നശിപ്പിക്കാനായി, അത് മണ്ണോട് മണ്ണായി ചേരുന്നതിനുള്ള പല വഴികളും ഇവിടെ നടന്നു പോകുന്നുണ്ട്. പ്രയോജനപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതിൽ എന്റെ പേരും ചേർത്തിട്ടുണ്ട്. പക്ഷേ സീതാരാമന്റെ കൃപയുള്ളപ്പോൾ എന്തിനു പേടിക്കണം? അതോടൊപ്പം ഭയപ്പെടുത്തുന്നതിനെ പറ്റി പറഞ്ഞാൽ, സന്യാസി എന്റെ ഗുരു പരമ്പരയെക്കുറിച്ചാൽ ആരെയും ഭയപ്പെടുത്തുന്നവരല്ല. നന്നായി നിന്നാൽ നിനക്ക് നല്ലതാണെന്ന് പറയും. താങ്കൾക്ക് മതിയായ സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് താങ്കളുടെ ഭക്തർ ജന്തൻ മന്ദിറിൽ പ്രക്ഷോഭം നടത്തിയെന്ന് കേട്ടു. അതിന്റെ ഒരു വീഡിയോയും ഞാൻ കണ്ടു. അതുമാത്രമല്ല, ആരൊക്കെ ഭാഗേശ്വർ ധാമിന്റെ പേരിൽ അവിടെ വന്നുവോ അവർ പറഞ്ഞത് ഇതാണ്: കത്തി എടുത്തു കളഞ്ഞിട്ട് വാള് സൂക്ഷിക്കുക, ഇപ്പോ ഇവരെ വെടിവെച്ച് കൊല്ലുക. അതായത് അവിടെ പറയാൻ പാടില്ലാത്ത പല വാക്കുകളും ശരിക്കും പിടിക്കാത്ത കാര്യങ്ങളാണ്. ആ സ്വാതന്ത്ര്യം ഞാൻ ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. എന്തെന്നാൽ ഞാൻ തന്നെ ഒരു കാര്യം പറയാം. അതായത് സനാതന ധർമ്മം എന്ന് വെച്ചാൽ അഹിംസയാണ്. ഞങ്ങൾ ആരെയും വേദനിപ്പിക്കാറില്ല. എന്തെന്നാൽ ദേഷ്യപ്പെടാതിരുന്നാൽ നല്ലൊരു ഹിന്ദു ആവാൻ കഴിയും. പക്ഷേ താങ്കൾ ഒരു റിയാക്ഷനും നൽകിയില്ലല്ലോ. അദ്ദേഹം താങ്കളുടെ സ്പോക്ക് പേഴ്സൺ ആണ്. അദ്ദേഹം പറഞ്ഞത് നീയൊക്കെ ചത്തതിന് ശേഷം മാത്രമേ ആക്രമിക്കാൻ വരുള്ളൂ എന്നാണ്. ക്രിസ്ത്യൻസിനെയും മുസ്ലിംസിനെയും എന്നാണ് കൊല്ലാൻ പോകുന്നത്? ഇല്ല, ഇതെല്ലാം വളരെ തെറ്റായ ചിന്തകളാണ്. എല്ലാവർക്കും ജീവിക്കാനുള്ള അധികാരമുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല. എന്റെ കുട്ടികൾ ഒരിക്കലും ഇത് ചെയ്യില്ല. താങ്കൾക്ക് ന്യൂസ് അയച്ചു കഴിഞ്ഞു. വേണമെങ്കിൽ അതിന്റെ വീഡിയോയും ഞാൻ അയച്ചു തരാം. തീർച്ചയായിട്ടും നിങ്ങളോട് ഞാൻ സംസാരിക്കും. ഒളിച്ചോടത്തേയില്ല. എനിക്കിതൊന്നും ഇഷ്ടമല്ല. നമ്മുടെ നാട്ടിലുള്ള ഓരോരുത്തരും പരസ്പരം സ്നേഹിക്കണം. മനസമാധാനത്തോടുകൂടി നമ്മുടെ നാടിനെ മുന്നേറ്റണം. അതുകൊണ്ടാണ് ഹിന്ദുരാജ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഹിംസ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് താങ്കൾ. താങ്കൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹിന്ദുസ് ഇനി വാൾ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ദൈവത്തിന്റെ കയ്യിൽ കൂടി കണ്ടിട്ടുണ്ടല്ലോ. ചില പ്രത്യേകതരം ദൈവങ്ങളുടെ കയ്യിൽ ഇത് കാണാറുണ്ട്, ത്രിശൂലം വരെ. അവർക്ക് കൂടി ആപത്തുണ്ടായേക്കാം, പ്രശ്നങ്ങളുണ്ടായേക്കാം. വലിയൊരു സുരക്ഷയെ കരുതിയല്ലേ ഇവിടെ പലർക്കും പിസ്റ്റൾ പോലും ലൈസൻസ് കൊടുക്കുന്നത്. അത് ആദ്യം നിർത്തലാക്കുന്നേ. വെപ്പൺസിനുള്ള ലൈസൻസ് ഉണ്ടല്ലോ. നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി. ഞാനും അതിനു വേണ്ടി തന്നെയല്ലേ വെക്കാൻ പറഞ്ഞത്. ഞങ്ങൾക്കൊന്നും തോക്ക് പോലും കയ്യിൽ കരുതാൻ പറ്റില്ല. ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ. താങ്കൾ ഇങ്ങനെയെല്ലാം സംസാരിക്കുമ്പോൾ വരുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, താങ്കളുടെ പ്രൊട്ടക്ഷന് വേണ്ടി ടാക്സ്പെയർ എന്തിനാണ് പണം നൽകുന്നത്? ജനങ്ങൾ എന്തിനാണ് പണം നൽകുന്നത്? നിങ്ങൾ വാൾ വെക്കാൻ പറയുന്നു, തോക്ക് കൈവശം വെക്കാൻ പറയുന്നു. ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭീഷണിപ്പെടുത്തൽ ഉണ്ടാകും. ശരി, ആയിക്കോട്ടെ. പക്ഷെ ഞാൻ തോക്കിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ വാള് വെച്ചോളൂന്നാ പറഞ്ഞത്. ഇപ്പൊ സുരക്ഷ എന്ന് പറയുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് എല്ലാവർക്കും സുരക്ഷ കൊടുത്തേ പറ്റൂ. അതുകൂടാതെ ഞങ്ങൾക്കും ഇപ്പോൾ ഉള്ള ഗവൺമെന്റിന് മേലെ നല്ല വിശ്വാസമുണ്ട്. വരാൻ പോകുന്ന ഗവൺമെന്റിന് മേലും വിശ്വാസമുണ്ട്. അതുകൂടാതെ ശ്രീരാമന്റെ മേലെ മുഴുവൻ വിശ്വാസമുണ്ട്. അതാണ് ആദ്യത്തെ വിശ്വാസം. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഹനുമാനാണ്. പക്ഷെ ഞാൻ ആരെയും വിരട്ടാറില്ല. ഇടയ്ക്കിടയ്ക്ക് മരിക്കുന്നില്ല, ജീവിക്കുന്നുമില്ല. പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? പക്ഷെ മരണത്തെ എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ മുമ്പിൽ കാണും. അതങ്ങനെ നടക്കട്ടെ. പക്ഷെ ശ്രീരാമന്റെ ചരിതങ്ങൾ ഞങ്ങൾ വീട് വീടാന്തരം കയറി പറഞ്ഞുകൊണ്ടേയിരിക്കും. ആര് പേടിപ്പിച്ചാലും പേടിക്കുന്നതേയല്ല. ഏതെങ്കിലും ഒരു ഭാഗത്ത് തീർച്ചയായിട്ടും പേടി കാണും. അതുകൊണ്ടാണ് താങ്കൾ പറയുന്നത് ഞാൻ ബുൾഡോസർ വാങ്ങിക്കാൻ പോയാണ്, ഹിന്ദുക്കൾ ഒന്നിച്ചു ചേർണം, കല്ലുകൊണ്ടടിക്കുന്നവരെ ബുൾഡോസർ വെച്ച് തകർക്കണം. ആ കാര്യങ്ങൾ ഞാൻ മറക്കാനേ പോകുന്നില്ല. ഇതും അഹിംസയുടെ വഴിയാണ്. അഹിംസയിൽ എവിടെയാണ് ബുൾഡോസർ? ആഹാ, അത് കിണർ കുഴിക്കാനല്ലേ ഉപയോഗിക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, രാമന്റെ വലയത്തിലേക്ക് കല്ലെടുത്ത് എറിഞ്ഞാൽ അവനെ തകർക്കാൻ ബുൾഡോസർ തന്നെ ഉപയോഗിക്കുമെന്ന്. ശരി, നിങ്ങൾക്ക് നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു ക്രെയിൻ വാങ്ങി വെച്ചാലും അതിലൊരു ആശ്ചര്യമില്ല. ഞാൻ ആരെയും തടുക്കുന്നില്ല. പക്ഷേ ബുൾഡോസർ വാങ്ങാനുള്ള തരത്തിൽ എൻ്റെ അടുത്ത് കാശില്ല. അതിന് നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് വാങ്ങും. ഈ ഡയലോഗ് നിങ്ങൾ നന്നായിട്ട് പറയുന്നുണ്ട്, ജനങ്ങൾ നന്നായിട്ട് കൈ അടിക്കുന്നുമുണ്ട്. പക്ഷേ ഒരേ ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഇത് എന്ത് പാരമ്പര്യമാണ്? ഏത് പാരമ്പര്യത്തിലാണ് ബുൾഡോസർ വരുന്നു, വാള് വരുന്നു, അതിനുശേഷം അഹിംസയെ കുറിച്ച് ഞങ്ങളുടെ ഋഷി പരമ്പരയാണ്. ഭഗവാൻ രാമന്റെ പാരമ്പര്യമാണ്. ബുൾഡോസർ ഉണ്ടായിരുന്നു അല്ലേ? അദ്ദേഹം അമ്പും വില്ലും വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ടെക്നോളജി തന്നെ മാറി. അപ്പൊ നമ്മളും മാറണം.
മാറ്റത്തോടൊപ്പം ശരി, ഈ നമ്മളും ബുൾഡോസർ വെച്ച് മാറണം. താങ്കൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ആത്മരക്ഷ. നീ എന്റെ വീട്ടിന്റെ അടുത്ത് വരരുത്, പുറത്തു നോക്ക്, ബുൾഡോസർ ഇരിപ്പുണ്ട്. എന്താ, സൈനികരുടെ കയ്യിൽ തോക്കുണ്ടല്ലോ എന്ന് വെച്ച് അവരൊരു ദിവസവും വെടിവെക്കുകയാണോ? എന്താ പറ, പേടിപ്പിക്കാനല്ലേ വെച്ചിരിക്കുന്നത്? താങ്കൾ കാര്യങ്ങൾ പലതും വേറെ രീതിയിലാണ് പറയുന്നത്. പട്ടാളക്കാരുടെ കൈവശം തോക്കുണ്ട്, ബോർഡറിലുള്ളവരുടെ കയ്യിൽ തോക്കുള്ളതുകൊണ്ട് നമ്മുടെ കൈവശം എന്തുകൊണ്ട് തോക്ക് വെക്കാൻ പാടില്ല? ഇതുപോലത്തെ വാക്കുകളൊക്കെ ആരാ പറഞ്ഞെന്നറിയാവോ? ഇങ്ങനെ സംസാരിച്ചത് ബിൻഡ്രങ് വാലയാണ്. അത് ആരാ? ബിൻഡ്രങ് എനിക്ക് വാലെ മനസ്സിലായില്ല. പണ്ട് പഞ്ചാബിൽ ഒരു കലാപം നടന്നില്ലേ, അതിന്റെ ഒരു ഇല്ല, symbol ഞാൻ ആയിരുന്നു. തോക്കിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ബുൾഡോസറിനെ പറ്റിയാ പറഞ്ഞേ. അവരോട് ഞാൻ ഈ ചോദ്യം ഇല്ല, ചോദിച്ചു. ബുൾഡോസർ ഉണ്ടായിരുന്നോ? ഞാൻ അവരോട് ഇത് ചോദിച്ചു. ഇത് കളിയാക്കുന്ന കാര്യമല്ല. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചത്, ഉം. അതായത് അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഹിന്ദു പൂജ ചെയ്യുന്ന സമയത്ത് എന്തിനാണ് പൂണൂൽ ധരിക്കുന്നത്? അതോടൊപ്പം സിഖുകാർ അവർ ഒന്നും വെക്കാൻ പാടില്ലെന്നും പറഞ്ഞു. ഉം. ഞാൻ ചോദിച്ചു, യാഗം ചെയ്യുന്നതുകൊണ്ട് ആർക്ക് എന്ത് നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന്. ഉം. അതിന് നൽകിയ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ പറ്റുമെന്നാ. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പക്കൽ തോക്കില്ലേ? അപ്പോൾ ലഭിച്ച ഉത്തരം എന്താണെന്ന് വെച്ചാൽ, പട്ടാളക്കാരും സുരക്ഷയ്ക്ക് വേണ്ടി തോക്ക് കൈവശം വെച്ചിരിക്കുന്നല്ലോ എന്നാണ്. ഇതുപോലത്തെ വാക്കുകൾ എന്നെ സംബന്ധിച്ച് ഗുരു പാരമ്പര്യത്തിൽ വരുന്നവർ ഒരിക്കലും സംസാരിക്കാൻ പാടില്ലാത്തതാണ്. നിങ്ങൾ നിങ്ങളുടെ കാഴ്ചയിലൂടെയാണ് കാണുന്നത്. നിങ്ങൾക്കത് ശരിയായി തോന്നിയേക്കാം, പക്ഷെ ഇപ്പോ സുരക്ഷയ്ക്ക് വേണ്ടി എന്തും വെക്കാം എന്നുള്ളതാണ്. അതോടൊപ്പം ബുൾഡോസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് തെറ്റായി ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ വേറെ രീതിയിൽ നോക്കിക്കാണുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞത് തെളിയിച്ചാണ്. സനാതന ധർമ്മം എന്ന് വെച്ചാൽ എന്താണ്? അത് ഞാൻ തന്നെ ഇവിടെ പറയാം. സനാതനം- സത്യം, അഹിംസ, ദയ, ക്ഷമ, ദാനം, ജപം, തവം ഇവയാണ്. അടിതടിയെ പറ്റി ഒന്നുമില്ല. അത് അവരവരുടെ നോട്ടത്തിൽ. സുരക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബുൾഡോസർ. ബുൾഡോസർ. ഒരു ചായ കിട്ടുമോ? ഞാൻ ചായ കുടിക്കും. ചായ വേണോ? നിങ്ങൾ ചായ ചായ കുടിക്കുന്ന കുടിക്കുന്ന ശീലം ഇഷ്ടമാണോ? നിങ്ങൾക്കുണ്ടോ? ഒരു ചായയും കുറച്ച് വെള്ളവും കൊണ്ടുവരൂ. പറയൂ. സന്യാസികൾ ഒരിക്കലും ചായ കുടിക്കുന്ന ഇഷ്ടപ്പെടുന്നില്ല. ശരിയല്ലേ? താങ്കളെപ്പറ്റി ഞാൻ വളരെയധികം റിസർച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ കണ്ടുപിടിച്ചത് താങ്കൾക്ക് ചായ വളരെ ഇഷ്ടമാണെന്നാണ്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? തീർച്ചയായിട്ടും സഹോദരി, തീർച്ചയായും. എനിക്ക് ഒരുപാട് എന്തു ഇഷ്ടമാണ്. തരത്തിലുള്ള ചായയാണ് ഇഷ്ടം? ഇഞ്ചി ചായ എനിക്ക് ഇഷ്ടമാണ്. ഇഞ്ചി ചായ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അത് എന്റെ മുത്തശ്ശൻ ഒരുപാട് കുടിക്കും. ഇതിൽ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. മുത്തശ്ശൻ, ഗുരു, അങ്ങനെ. ഞങ്ങൾ 2 ബ്രദേഴ്സാണ്. ഞങ്ങൾ എല്ലാവരും ചേർന്ന് 10 ആളുകളുണ്ട്. ഞങ്ങളുടെ മുത്തശ്ശന്റെ അടുത്ത് പോകുമ്പോൾ എല്ലാവരും നിലത്താണ് ഇരിക്കാറ്. അദ്ദേഹം വലിയൊരു സിദ്ധ സന്യാസിയായിരുന്നു. കുറെ സംസാരിക്കുമായിരുന്നു. വലിയൊരാൾ. അദ്ദേഹം കുറെ ചായ കുടിക്കുമായിരുന്നു. അതിൽ ബാക്കി വരുന്ന ചായ, ഈ കപ്പുണ്ടല്ലോ, ഇതിൽ പകുതി വരുന്നത് എനിക്ക് തരുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സാധാരണക്കാരനായിരുന്ന ഞാൻ ഇന്ന് ആത്മീയം പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അതോടൊപ്പം ഓരോരോ കാര്യത്തിലും ഇതിന്റെ പിറകിൽ ഒരു രഹസ്യം തന്നെയുണ്ട്. ഏതൊരു കുട്ടിയും അവന്റെ പാരമ്പര്യത്തെ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല. അവൻ ഏത് നിലയിലും എത്താം. അതിനുദാഹരണമാണ് ഈ ചായ. എവിടുന്നാണോ ജീവിതം ആരംഭിച്ചത്, ഗുരുവിന്റെ കയ്യിൽ നിന്നും ആരംഭിച്ച ജീവിതം ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് മറക്കാത്തത്. ഇത് നല്ല ഓർമ്മയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ചായ കുടിക്കുന്നത് നല്ലതല്ല. എന്നോട് ക്ഷമിക്കണം. പുതുതലമുറയോട് ഞാൻ പറയുന്നു കുടിക്കാൻ പാടില്ലെന്ന്. പക്ഷെ ഞാൻ കുടിക്കും. പറഞ്ഞു വരികയാണെങ്കിൽ എന്റെ മുത്തശ്ശൻ ഒരു ശ്ലോകം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പറയട്ടെ? അതെ അതെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. പറയാം, കേട്ടോളൂ. കേട്ടിലി ഗർഭ് സംഭൂകം സക്കർപത്തി മിശ്രിതം കപമധ്യേ ബ്രാജിതേ ദേവിയോം ചായ് കണ്ട് ചായ് നമ്മോ. പിന്നെ അതുമാത്രമല്ലെന്നേ, ചായ വെള്ളവും ആശയും സഹോദരി സഹോദരന്മാരാണ്. ചായ എനിക്ക് ആവശ്യമുണ്ട്. എന്തെന്നാൽ അത് കുടിക്കുമ്പോൾ ഞാൻ എൻ്റെ ഗുരുവിനെ ഓർമ്മിക്കുന്നു. നിങ്ങൾക്ക് ദൈവത്തെ ഓർമ്മിക്കാൻ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ വേണമെങ്കിൽ അതൊക്കെ നല്ലതാണ്. അതോടൊപ്പം ചായ, ദൈവത്തിന്റെ മുഖമുള്ള ചായ, ജീവിതത്തിൽ ഒരിക്കലും തണുക്കാത്തത്. ചായ കുടിക്കുമ്പോൾ ദൈവത്തെ ഓർക്കുന്നവൻ എപ്പോഴും നന്നായിട്ടാണ് ഇരിക്കുന്നത്. ചായക്കടക്കാരൻ ചില്ലറകൾ സമ്പാദിക്കുന്നുണ്ടാകാം. ചില്ലറകൾ നാണയങ്ങളായി മാറിയേക്കാം. ചായ നിങ്ങൾക്ക് നോട്ടുകൾ ഉണ്ടാക്കി തന്നേക്കാം. ചായ നിങ്ങളുടെ നോട്ടുകളെ കോടിക്കണക്കിനാക്കി മാറ്റിയേക്കാം. ചായ നിങ്ങൾക്ക് കാറുകൾ വാങ്ങാനുള്ള സമ്പാദ്യമുണ്ടാക്കിയേക്കാം. ചായ തന്ന കാറിൽ നിങ്ങൾക്ക് ഹോട്ടലിലേക്കും പോകാം. ചായ നിങ്ങൾക്ക് വലിയൊരു ഹോട്ടലിൽ തന്നെ സമ്പാദ്യമായി തന്നേക്കാം. ചായ എന്തൊക്കെയാണ് ചെയ്യുന്നത് കണ്ടില്ലേ? ചായ നിങ്ങളെ കാറിൽ കൊണ്ടുപോയി ഹോട്ടലിൽ ഭക്ഷണം കഴിപ്പിക്കുന്നത്. ചായ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തുന്നത്. ചായ കുടിച്ചവൻ കരുത്തുള്ളവനാകുന്നു. അതില്ലാത്തവൻ എങ്ങനെ സന്തോഷവനാകുന്നു. മനസ്സ് പറയുന്നത് ഭക്തിയോടൊപ്പം മുന്നോട്ട് പോകൂ എന്നാണ്. കൃഷ്ണനെ കണ്ടു, പുല്ലാങ്കുഴൽ വായിച്ചു. ഒരു ദിവസം ഹനുമാനെ പൂജിക്കും. അങ്ങനെ ആകാശത്തിലൂടെ പറക്കാൻ ആരംഭിക്കും.
ഇപ്പൊ ഞാൻ വചനങ്ങൾ പറയുകയാണെന്ന് മാത്രം പറയരുത്. ഈ നീതിപീഠത്തിന് മുമ്പിൽ ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞതൊന്നും വചനങ്ങളല്ല. എന്റെ ഓരോരോ സംഭാഷണവും ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് ശക്തിയെ കൊടുക്കുള്ളൂ എന്ന്. ഇല്ലില്ല, എനിക്കെന്താ തോന്നുന്നു വെച്ചാൽ ഞാൻ എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് താങ്കൾ ആദ്യം തന്നെ മനസ്സിലാക്കുന്നു. ഇരിക്കാം. ഈ ചായ കുടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും എനർജി താങ്കൾക്ക് ലഭിക്കുന്നുണ്ടോ? എന്തെങ്കിലും പുത്തുണർവ്, ശക്തി വല്ലതും? ഇടയ്ക്കൊക്കെ. ഗുരുവിന്റെ ഓർമ്മ വരുന്ന ഒരു സത്യം പറയട്ടെ, ഞാൻ ചായയൊന്നും കുടിക്കരുത്, തെറ്റ്. ഇത് ശരീരത്തിന് ദോഷം ചെയ്യും. പക്ഷേ ഞാൻ 24 മണിക്കൂറിൽ 18 മണിക്കൂർ സേവ ചെയ്യുക. 17 മണിക്കൂർ ഒരേ സ്ഥലത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. വിശന്നാൽ ഉറക്കം വരും. ഉറക്കത്തെ ഒഴിവാക്കാൻ ഇതൊരു നല്ല ഉപായമാണ്. ചായ കുടിക്കും, വിശപ്പ് പോകും, നന്നായിട്ട് സേവ ചെയ്യും. എനിക്കങ്ങനെയാ തോന്നുന്നത്. പക്ഷേ ഡോക്ടർ എന്നോട് ഇത് കുടിക്കരുതെന്നാ പറഞ്ഞത്. ഇത് സമൂഹ സേവനത്തിന് സഹായകമാണോ? ഉദാഹരണത്തിന് ഷാരൂഖ് ഖാന്റെ സിനിമയായ പത്താൻ, അതിനെയും താങ്കൾ ക്രിട്ടിസൈസ് ചെയ്തു. അതും ഈ ചായയുടെ എഫക്റ്റ് ആണോ? ചായ കാരണമായിട്ട് പറയണ്ട. അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ സനാതനത്തിനെ കുറിച്ചല്ലേ പറയുന്നത്. നമ്മുടെ സനാതനത്തിന് എന്തിനാണ് കാവ്യ വസ്ത്രം ധരിക്കുന്നത്? 1977 ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു, പേര് സന്തോഷി മാത. ആ സിനിമ ജനങ്ങളെ ഒരുപാട് ബാധിച്ചിരുന്നു. അതിനുശേഷം നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച തക്കാളിയും ചെറുനാരങ്ങയും വിറ്റുപോയില്ല. സനാതനത്തിനെതിരായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. സനാതനത്തിനെതിരായി നിങ്ങൾ മൂവി ചെയ്യുകയാണെങ്കിൽ അമ്പലത്തിനെയും അമ്പലത്തിനുള്ളിലുള്ള ദൈവത്തോടുമുള്ള, അമ്മയോടും അച്ഛനോടുമുള്ള ഭക്തി കുറഞ്ഞു പോയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ഈ സനാതന സമുദായത്തെയും പിന്നെ രാമനെയും ടാർഗറ്റ് ചെയ്യരുതെന്ന്. ഇതെല്ലാം ഞങ്ങളുടെ വരമാണ്. തന്നെ ശ്രീരാമനെ ടാർഗറ്റ് ചെയ്യുന്നു, കാവ്യ വസ്ത്രത്തിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. കാവ്യോടെ നോക്കിക്കാണേണ്ട ആവശ്യമേ ഇല്ല. രക്തവും അതുപോലൊരു കളറല്ലേ? കളർ വെച്ച് ഒരു ധർമ്മത്തിനെ കണക്ട് ചെയ്യുന്നത് അത് ശരിയല്ല. ഇവിടെ ത്രിവർണ്ണ പതാക പറക്കുന്നുണ്ട്. ആ പതാകയിൽ 3 നിറങ്ങളും ഉണ്ട്. തീർച്ചയായും. അതുപോലെ എല്ലാ നിറങ്ങൾക്കും എല്ലാ ഏതെങ്കിലും ഒരു കളറും അർത്ഥം ഏതെങ്കിലും ഉണ്ടാകും. ഒരു കളറല്ലേ? എന്തിനാ അതിനെ നാണം കെടുത്തുന്നത്? പച്ച കളറിനെ നാണം കെടുത്തിക്കോളൂ. എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലല്ല, ഇതാ നോക്കൂ, ഇതുപോലത്തെ ഡിമാൻഡ്സ് ഒക്കെ നിങ്ങൾ വെക്കുന്നില്ലേ? അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. താങ്കൾ പറയുന്നു നമ്മുടെ ഈ രാജ്യം ഹിന്ദു രാജ്യമായി മാറണം. തീർച്ചയായിട്ടും മാറണം. ഹിന്ദു നാടായിട്ട് മാറണം. പക്ഷെ ഞാനിവിടെ മതത്തെ കൊണ്ടുവരുന്നില്ല. എത്ര നാളുകൾ നിങ്ങൾ ഈ മതത്തിന്റെ പേരിൽ ബിസിനസ് ചെയ്യും, പൈസ സമ്പാദിക്കും? ഇത് ആദ്യം നിർത്ത്. മതത്തിന്റെ പേരിൽ എന്തിനാ വോട്ട് വാങ്ങുന്നത്? ഇതാദ്യം നിർത്ത്. ഇന്ത്യയെ ഹിന്ദു നാടായി മാറ്റൂ. എല്ലാം സമമായിരിക്കട്ടെ. എല്ലാവരും ഇവിടെ സ്വാതന്ത്ര്യത്തോടുകൂടി സഞ്ചരിക്കട്ടെ. കല്ലൊടയ്ക്കരുത്, രാമഗ്രന്ഥം കത്തിക്കരുത്, രാമനെ ആരും ചീത്ത വിളിക്കാൻ പാടില്ല. അതിലൂടെ രാമരാജ്യം ഇവിടെ വരും, നമ്മളെല്ലാം മുന്നേറും. അല്ലല്ല, ഇതെല്ലാം തെറ്റാണ്. നമ്മുടെ ഈ ദേശമുണ്ടല്ലോ, ഇവിടം ഇന്ത്യൻ ഭരണഘടന ഫോളോ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതായത് അംബേദ്കർ എഴുതിയ ഭരണഘടന. ഞാനത് മനസ്സുകൊണ്ട് പറയുകയാണ്, ഞാനത് മനസ്സുകൊണ്ട് ആദരിക്കുകയാണ്. ഭരണഘടന പറയുന്നു ധർമ്മത്തിന് ഇവിടെ സ്ഥാനമില്ലെന്ന്. ഇവിടെ റിലീജിയന്റെ പേര് പറഞ്ഞ് ഒരു രാജ്യം ഉണ്ടാക്കാൻ സാധിക്കില്ലെന്ന്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആരംഭം പോലും ശ്രീരാമന്റെ നാമത്തിലാണ്. അത് ശരിയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നുണ്ട്, ഏതു നാടിന്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ് രാമന്റെ പേരിൽ ആരംഭിക്കുന്നത്, ആ രാജ്യം ഹിന്ദു രാജ്യമാണെന്ന്. അതേ ഭരണഘടനയും ഏത് ഭരണഘടന രാമന്റെ വാക്കുകളോടുകൂടി തുടങ്ങുന്നുവോ അതിലാണ് പറയുന്നത് ഭാരതത്തിൽ മതങ്ങൾ തമ്മിൽ ഞാനത് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാനത് പഠിച്ചിട്ടില്ല. അതായത് ജാതി വേർപാട് പാടില്ലെന്ന്. ധർമ്മം എന്ന് വെച്ചാൽ സനാതനം. അല്ലല്ല, അങ്ങനെയല്ല. ധർമ്മം എന്ന് വെച്ചാൽ സനാതനം, ബാക്കിയൊന്നുമല്ല. ഏതെങ്കിലും ഒരു രാജ്യം ധർമ്മം കൊണ്ടല്ല ഉണ്ടായതെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായ രാജ്യമാണ്. അവരുടെ സാഹചര്യം ഇപ്പോൾ എന്താണ്? നോക്കാം. അവിടെ മനുഷ്യന് കഴിക്കാനുള്ള ആഹാരം പോലും ഇല്ല. തീവ്രവാദം അതിന്റെ ഉച്ചസ്ഥായിലുണ്ട്. എപ്പോൾ ഒരു മതത്തിന്റെ പേരിലോ ധർമ്മത്തിന്റെ പേരിലോ രാജ്യമുണ്ടായാൽ ഇങ്ങനെ സംഭവിക്കും. ശരിയാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാണ്, ബാക്കിയെല്ലാം വിട്ടേക്ക്. ധർമ്മമാണ് ഉയർന്നത്. സുപ്രീം കോടതിയുടെ മുന്നിൽ ഈ പ്രശ്നം എത്തിപ്പെട്ടു. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ കാര്യം ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞേക്കാം. സുപ്രീം കോടതി പറഞ്ഞത് ഇന്ത്യയെ പോലെ എല്ലാ ജനങ്ങളും ജീവിക്കുന്ന ഒരു രാജ്യത്ത് ധർമ്മം എന്ന പേരിൽ ജനങ്ങളെ വിഭജിക്കുന്നത് വളരെ വലിയ കുറ്റമാണെന്ന്. ശരിയാണ്. സുപ്രീം കോടതി പറഞ്ഞത് ഞാൻ മനസ്സുകൊണ്ട് സമ്മതിക്കുന്നു. പക്ഷേ ഇന്ത്യ ഹിന്ദു നാടാണ്, ഹിന്ദു നാടായിട്ടാണ് ഇരുന്നത്, ഇനി ഹിന്ദു നാടായിരിക്കും. ഇതാ നോക്കൂ, താങ്കൾ നിറത്തിന്റെ പേരിൽ സിനിമയെ വെറുക്കുന്നു, പടങ്ങൾ റിലീസ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തുന്നു. സനാതന ധർമ്മത്തെ എതിർക്കുന്നവരെയാണ് ഞാൻ എതിർക്കുന്നത്. വർണ്ണങ്ങളെ വിട്ടേക്ക്, ജനങ്ങളെയും വിട്ടേക്ക്. ഒരു സമുദായത്തിന്റെ മേലും എനിക്ക് ദേഷ്യമേ ഇല്ല. സനാതനത്തെ എതിർക്കുന്നവൻ എന്റെ എതിരാളിയാണ്. അവൻ സമുദായത്തിലെ ഏത് പദവിയിലിരുന്നാലും അവൻ എന്റെ എതിരാളിയാണ്.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏത് സിനിമയാണോ താങ്കൾ വെറുത്തത്, ഏത് സിനിമ താങ്കൾ കാണാൻ പാടില്ലെന്ന് പറഞ്ഞുവോ, കോടിക്കണക്കിന് ജനങ്ങൾ കണ്ട് അത് സൂപ്പർ ഹിറ്റായി മാറി. അതും നല്ല തന്നെയല്ലേ. അതിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നാലാണ്. മാറ്റങ്ങളെ കൊണ്ടുവന്ന് ചെയ്താൽ ഏതൊരു പടവും ഞാൻ തീർച്ചയായിട്ടും എതിർക്കത്തേയില്ല. കാരണം അതൊരു കലയാണ്. കലയെ ഞാനും മനസ്സുകൊണ്ട് ഇവിടെ മതിക്കുന്നു. നോക്കുകയാണെങ്കിൽ താങ്കൾ ഇടയ്ക്കിടയ്ക്ക് അമീർ ഖാന്റെ പടങ്ങളെ ആ, വിമർശിക്കാറുണ്ട്. അവൻ പി കെ അതെന്തിനാണ്? പോലുള്ള പടം എടുക്കുന്നു, കവിളിൽ ഭഗവാന്റെ ഫോട്ടോ ഒട്ടിക്കുന്നു, ബാത്റൂമിൽ ശിവപെരുമാളിന്റെ ഫോട്ടോ ഒട്ടിക്കുന്നു. ഇതൊക്കെ ശരിയാണോ? കോടിക്കണക്കിന് ജനങ്ങളോട് ഞാനും ചോദിക്കുകയാണ്, ഏത് ധർമ്മത്തെയാണോ ഏത് ദൈവത്തെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, അവരെ ഇങ്ങനെ അപമാനപ്പെടുത്താമോ? ദൈവത്തെ നിങ്ങൾ അധിക്ഷേപിക്കുകയാണ്. ഇത് ഞാൻ എതിർക്കുന്നത് തെറ്റാണെങ്കിൽ ഞാൻ മരിക്കുന്നത് വരെ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാ നോക്കൂ, ചില സമയങ്ങളിൽ എനിക്ക് തോന്നുന്നത് താങ്കൾ പ്രായത്തിൽ വളരെ ചെറുപ്പമാണ്. അതുകൊണ്ടാണ് താങ്കൾക്ക് ബിന്ദനൻവാലയെ അറിയാത്തത്. അതുപോലെ സിനിമയുടെ ചരിത്രവും താങ്കൾക്ക് അറിയാത്തത്. ഒരു സിനിമ വന്നിരുന്നു, ബൈജു ബാബര. അതിൽ ദൈവങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു പാട്ട് വരും. ആ പാട്ട് വളരെയധികം ഹിറ്റായി. വരികൾ എഴുതിയത് ഷക്കിൽ ബദായിയാണ്, മ്യൂസിക് ചെയ്തത് നൌഷാദാണ്, പാടിയത് മുഹമ്മദ് റഫിയും. വീണ്ടും ഞാൻ എടുത്തു പറയാണ്, ഞാൻ ഒരു സമുദായത്തെയും എതിർക്കുന്നവനല്ല. അത് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്. ഞാൻ റഹീമിനെയും തൊഴുന്നു, കബീറിന് വേണ്ട മര്യാദയും കൊടുക്കുന്നു. ഞാൻ ഷെയ്ഖ് മുബാറക്കിന്റെ ഫ്രണ്ട്ഷിപ്പ് പോലും വെച്ചിരിക്കുന്നവനാണ്. ഇക്കാര്യം താങ്കൾ തീർച്ചയായും മനസ്സിലാക്കണം. ഇവിടെ വലിയ വലിയ മുസ്ലിംസ് എല്ലാം ജനിച്ചു വളർന്ന സ്ഥലമാണ്. ഭക്തിപ്പാട്ടും പാടിയിട്ടുണ്ട്. ഞാൻ ഇല്ലെന്ന് പറയുന്നേയില്ല. ഞാൻ അവരെല്ലാവരെയും ബഹുമാനിക്കുന്നുണ്ട്. റസ്കാനോട് എന്റെ മനസ്സിൽ മതിപ്പുണ്ട്. അതോടൊപ്പം ഇന്ത്യയിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പോലും. ശരി, ഞാൻ ചോദിക്കുന്നതിൽ എന്തെങ്കിലും ഏത് തെറ്റുണ്ടോ? അമീർ ഖാനെ പറ്റിയാണോ താങ്കൾ പറയുന്നത്? അദ്ദേഹമാണ് ലഗാൻ എന്ന സിനിമ എടുത്തത്. അതിലൊരു ഭജനയുണ്ട്. അത് ജാവീദ് അക്തർ എഴുതി AR റഹ്മാൻ മ്യൂസിക്കും ചെയ്തു. അറിയാം, അത് ഞാൻ മതിക്കുന്നുണ്ടല്ലോ. ഞാൻ ആ പാട്ട് കേട്ടിട്ടില്ല, പടത്തെ കണ്ടിട്ടില്ല. പക്ഷെ ഇതിനോടെല്ലാം എനിക്ക് മതിപ്പുണ്ട്. ഞാൻ എവിടെയെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ എനിക്കൊന്ന് കാണിച്ചു ഞാൻ താ. അത് അയക്കാം. ഇതാണ് ആ താങ്കളുടെ പ്രശ്നം. പാട്ടിനെതിരായിട്ട് ഞാൻ വിരോധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിക്ക്. ഇല്ല, ഞാൻ ആ പാട്ടിനെ കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ സനാതനത്തെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. സനാതനം സനാതനം ഞാൻ സനാതനം. പറഞ്ഞു വരുന്നത്, താങ്കൾ ആരെയാണോ എതിർക്കുന്നത് അവരെ കുറിച്ച് താങ്കൾ കുറച്ചുകൂടി മനസ്സിലാക്കണം. താങ്കൾക്ക് അറിയില്ലെങ്കിൽ എന്നോട് ചോദിക്കൂ. തീർച്ചയായിട്ടും അറിയണമെങ്കിൽ ഞാൻ ചോദിക്കാം. പക്ഷേ സനാതനത്തിന്റെ പേരിൽ ഞാൻ ചോദിക്കില്ല. സനാതന ധർമ്മത്തെ കുറച്ചു പറയുന്നവനെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും. താങ്കൾ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ സനാതനത്തിനെ കുറിച്ച് ആര് പറഞ്ഞാലും താങ്കൾ അവരെ ഭീഷണിപ്പെടുത്തുന്നു തോന്നുന്നല്ലോ. ഇതൊക്കെ ഒരു മിരട്ടലായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നല്ലത് തന്നെ. എന്തെന്നാൽ ഇന്ത്യയിലുള്ള ഓരോരുത്തർക്കും സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ആ സ്പേസ് എനിക്കുമുണ്ട്. ഞാൻ സനാതനത്തിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അതിനുവേണ്ടി സംസാരിച്ചു കൊണ്ടേയിരിക്കും. അതിനുവേണ്ടി മരിച്ചെന്നും വരാം. സംസാരിക്കുന്നതിൽ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ താങ്കൾ ഭീഷണിപ്പെടുത്തുകയാണ്. ഞാൻ ആരെയും വരട്ടിയിട്ടില്ല. നിയമത്തിലിരുന്നാ നിങ്ങൾക്ക് നല്ലത്. ഇവിടെ രാമരാജ്യം വരാൻ പോവാ, അത്രയുള്ളൂ. ഞാൻ നിയമത്തെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിയമം പറഞ്ഞു കൊടുക്കേണ്ടത് ഗുരുവിന്റെ ജോലിയാണ്. വരട്ടത്തില്ല. ഗുരു എന്താ എല്ലാവരെയും വരട്ടുവാണോ ചെയ്യുന്നത്? അടിച്ചടിച്ചൊരു മൺപാത്രം ഉണ്ടാക്കിയതിനു ശേഷം അവൻ മയത്തിൽ അതിനെ തൊടത്തില്ലേ? ആ, ഒരു ഗുരുവായി വന്നിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. അത്രയുള്ളൂ. മൈ ഡിയർ ലിസൺ, സനാതനത്തെ കുറിച്ച് പറയാതെ. ആ, അത്രയുള്ളൂ. ചില സമയത്ത് ഇങ്ങനെ ഭാഷ ഒന്ന് സംസാരിക്കുന്നത് മാറും. കേൾക്കാൻ ഒരു രസമുണ്ട്. സംസാരിക്കും, പക്ഷെ അങ്ങനെയൊന്നും പറയത്തില്ല.